എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് Cherrypicks. എല്ലാവരും പറയും ഭയങ്കര എളുപ്പത്തിലുള്ള ചിക്കൻ കറിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ ഇതുണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾ പറയും ചമ്മന്തി അരയ്ക്കുന്നതിലും എളുപ്പമാണല്ലോ ഇത് ഉണ്ടാക്കാനെന്ന്. അത്ര എളുപ്പത്തിലുള്ളൊരു ചിക്കൻ കറിയാണ്. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ഉള്ളിയുടെ പോലെ ആവശ്യമില്ല, ആകെ മൂന്നേ ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അപ്പോൾ ബാച്ചിലേഴ്സും നല്ല മടിയുള്ളവരും കുക്കിംഗ് അറിയാത്തവരും ഇന്നേവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലാത്തവരും എല്ലാവരും ഓടി വന്നോളും. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ ഡിഷാണ് ഇത്. ഞാൻ കണ്ടുപിടിച്ചൊന്നും അല്ല കേട്ടോ, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷിൻ്റെ ഒരു സ്ട്രീറ്റ് ഫുഡ് സ്റ്റൈലാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ 1/2 കിലോ വൃത്തിയാക്കിയ ചിക്കൻ എടുത്തിട്ടുണ്ട്. കറി കട്ട് പീസസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾ 1 കിലോ ചിക്കനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇരട്ടിയായിട്ട് എടുത്തോളൂ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല, ആകെ തക്കാളിയും പച്ചമുളകും മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ സ്ട്രീറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ കരാഹിയാണ് തയ്യാറാക്കുന്നത്, ഏറ്റവും കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ. അതിനായിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള തക്കാളി, 10 പച്ചമുളകും എടുത്തിട്ടുണ്ട്. 5 പച്ചമുളക് നമുക്ക് ആദ്യം ചേർക്കാനും 5 പച്ചമുളക് ലാസ്റ്റ് ചേർക്കാനുമാണ് എടുത്തിരിക്കുന്നത്. ഇത് പുളിയായിരിക്കും എരിയായിരിക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും, പക്ഷേ അങ്ങനെ ഒന്നുമല്ല. അതുപോലെ തന്നെ തക്കാളി എടുക്കുമ്പോൾ നിങ്ങൾ സാലഡ് തക്കാളി എടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം കുറച്ചുകൂടെ കളർ കിട്ടാനായിട്ട് അതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ തക്കാളി നമ്മൾ അരിഞ്ഞൊന്നും എടുക്കുന്നില്ല. പച്ചമുളക് 5 എണ്ണം മാത്രം ഇതുപോലെ ചെറുതായിട്ട് 5 എണ്ണം സ്ലിറ്റ് ചെയ്തുമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ എണ്ണ ഉപയോഗിക്കണം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ ഒരുപാട് ചൂടാവാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം, ജസ്റ്റ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം, വേറൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കണ്ട സ്ട്രീറ്റ് ഫുഡ് വീഡിയോസിലെല്ലാം എണ്ണ ചിക്കനിലേക്ക് ഒഴിച്ചിട്ട് പിന്നീടാണ് ഇത് അടുപ്പത്ത് വെക്കുന്നത്. കുറച്ച് കൊഴുപ്പ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എണ്ണ ഒരുപാട് ചൂടാവാനായിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള, മറ്റ് രാജ്യങ്ങളിൽ വരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാകിസ്ഥാനി റെസിപ്പിയാണ്. എനിക്കും ഹസ്ബൻഡും ചേട്ടനും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രയും എളുപ്പമാണ് ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട്. ഇതിൻ്റെ ഏറ്റവും ഈസി ആയിട്ടുള്ള വേർഷനാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 5 മിനിറ്റ് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്ര എണ്ണയുടെ ആവശ്യമില്ല, നമുക്കിതിൽ നിന്ന് കുറച്ച് എണ്ണ അങ്ങ് കോരി മാറ്റാം. അതുപോലെ തന്നെ ഇത്ര എണ്ണ ഉപയോഗിക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് എണ്ണ കുറച്ച് യൂസ് ചെയ്താൽ മതി. കുറച്ച് അധികം നേരം ഒന്ന് ഇളക്കണം എന്നേ ഉള്ളൂ. പക്ഷേ സാധാരണ ഇത് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഒതൻറ്റിക് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര എണ്ണ ഒഴിച്ചത്. ഇത് എണ്ണയിലും നെയ്യിലും ഡാൽഡയിലും ഒക്കെ ചെയ്യാറുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കളർ ജസ്റ്റ് ഒന്ന് മാറാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. മുഴുവനത്തെയുള്ള തക്കാളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 5 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് താഴേക്ക് പോകാനായിട്ട് ജസ്റ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഈ തക്കാളിയൊക്കെ നല്ല അലുത്ത് വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ കറിക്ക് അധികം ലുക്ക് കിട്ടില്ല കേട്ടോ, നമ്മൾ സാധാരണ നാടൻ തക്കാളിയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. പക്ഷെ നല്ല ടേസ്റ്റാണ്, പ്രത്യേകിച്ച് ചില്ലി ചിക്കനൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു 15-20 മിനിറ്റ് ലോ ഫ്ലെയിമിലിരുന്ന് ഇതൊന്ന് കുക്കാവട്ടെ. എന്തെളുപ്പമാണെന്ന് നോക്കിയത്. നമ്മൾ ആദ്യം ചിക്കൻ ഒരു 5 മിനിറ്റ് ഉപ്പ് മാത്രം ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. കുറച്ച് എണ്ണ കോരി മാറ്റിയതിന് ശേഷം തക്കാളിയും പച്ചമുളകും 1 കപ്പ് ചൂടുവെള്ളവും ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് തക്കാളി നല്ല സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുത്തു. ഇത്രയുള്ള കാര്യം. എൻ്റെ തക്കാളി അത്രയ്ക്കങ്ങ് കുക്കായിട്ടില്ലായിരുന്നു. നിങ്ങൾ സാലഡ് തക്കാളി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായി തൊലിയൊക്കെ തനിയെ അതിൽ നിന്ന് അടർന്ന് പൊക്കോളും. അതുപോലെ തന്നെ നല്ല കളറും കിട്ടുന്നതായിരിക്കും. ഈ തക്കാളിയൊക്കെ നല്ല വെന്തിരിക്കുമായിരിക്കും. അപ്പം നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം നല്ല അലുത്ത് പോകും. ഇനി നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ഹൈയിൽ വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രം കുറച്ചുകൂടെ പരന്നെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ലപോലെ ഇങ്ങനെ നമുക്ക് പുരട്ടിയെടുക്കാൻ പറ്റും. ഞാൻ എടുത്ത പാത്രം കുറച്ച് കുഴിഞ്ഞതായതുകൊണ്ട് അങ്ങനെ പുരട്ടിയെടുക്കാനായിട്ട് എനിക്ക് അത്രയ്ക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ കുറച്ച് എണ്ണ തെളിഞ്ഞ് തുടങ്ങുന്ന സമയം വരെ നമ്മളിതൊന്ന് കളറൊക്കെ കുറച്ചുകൂടെ ഒന്ന് കൂടി വരും. ആ സമയം വരെ നമ്മളിതൊന്ന് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. നമ്മുടെ സ്ട്രീറ്റ് ഫുഡൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ല, ഇങ്ങനെ ഇളക്കി അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്കിതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന 5 സ്ലിറ്റ് ചെയ്തിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. മീഡിയം സ്പൈസി ആയിട്ടുള്ള പച്ചമുളകാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുവാണ് കുറച്ച് ഇഞ്ചി ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തത്. ഇതൊരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി. എങ്കിലും ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ഗുണമൊക്കെയാണ്. ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ ആയിട്ട്. ചിക്കൻ കരാഹി തന്നെ കുറച്ചും കൂടെയൊക്കെ ഇൻഗ്രീഡിയൻസ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ചെയ്യുന്ന റെസിപ്പിയുണ്ട്. കുറച്ചൊക്കെ പൊടികളും ചേർത്ത് കൊടുത്ത് ചെയ്യുന്ന റെസിപ്പിയുണ്ട്. അത് പക്ഷേ റെസ്റ്റോറൻറ്റ് സ്റ്റൈലും വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയാണ്. ഇത് സ്ട്രീറ്റ് സ്റ്റൈൽ ഏറ്റവും എളുപ്പത്തിലുള്ളതാണ്. ഈ തക്കാളിയുടെ ടേസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, പുളിയൊക്കെ മുന്നിൽ നിൽക്കുമെന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെ ഒന്നും അല്ലോട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പം കുറച്ച് മന്തിയും ചില്ലി ചിക്കൻ്റെയുടെ ഒക്കെ ഒരു മിക്സഡ് ടേസ്റ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് മറ്റ് ക്യൂസീൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ നാടൻ ചിക്കൻ കറി മാത്രമേ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നല്ല കൊഴുപ്പുള്ള കുറുകിയ ചാറൊക്കെയാണ്. അത്ര ഹെൽത്തി ഒന്നുമല്ല, എങ്കിലും തീരെ സമയമില്ലാത്തപ്പം ഗീ റൈസിൻ്റെയും വെജ് പുലാവിൻ്റെ ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോ അല്ലേ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.